ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നമ്മുടെ പുതിയ വീഡിയോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വൺ പീസ് എന്ന് പറഞ്ഞ ആനിമയിലെ അർലോങ് പാർക്ക് എന്ന് പറഞ്ഞ ആർക്കിനെ കുറിച്ചുള്ള റിവ്യൂ ആണ്. ഈ അർലോങ് പാർക്ക് എന്ന് പറഞ്ഞ ആർക്കുണ്ടല്ലോ, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൺ പീസ് നമ്മൾ അത്രയും കാലം കണ്ട വൺ പീസ് എന്ന് പറഞ്ഞ ആനിമയെ നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് കണ്ടതെന്നൊരു റീസൺ കിട്ടണമെങ്കിൽ അത് അർലോങ് പാർക്കാണ്. കാരണം അതാണ് നമുക്ക് ത്രില്ല് കൂട്ടണത്. ആ ഉള്ളിൽ സാധനം വരില്ല. നമ്മൾ ഈ അർലോങ് പാർക്ക് അടിക്കട വരത്തട ഒരു ഫീല് ഫസ്റ്റ് തന്നെ ഈ ആർക്കിലാണ് നമുക്ക് വൺ പീസ് എന്ന് പറഞ്ഞ ആർക്കിലേക്കുള്ള വൺ പീസ് എന്ന് പറഞ്ഞ ആനിമയ്ക്കുള്ള ഒരു ബമ്പ് കിട്ടുന്നത്. അത്രയും നൈസായിട്ടാണ് കേട്ടോ ഈ ഒരു ആർക്ക് ഉണ്ടാക്കി വെച്ചത്. ഈ ആർക്ക് എന്ന് വെച്ചാൽ സ്റ്റാർട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഭാരതിയിൽ നമുക്ക് സാഞ്ചീനെ നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ കൂട്ടിയതിന് ശേഷം അവിടുത്തെ ഫൈറ്റ്, അത് മിയാഹോക്കിനായിട്ട് സോറോക്കെ ഫൈറ്റ് കഴിഞ്ഞതിന് ശേഷം എന്താണ് നമ്മുടെ ഷിപ്പ് നമ്മൾ ലൂഫി തപ്പും. അപ്പോൾ നമ്മൾ ഷിപ്പ് തപ്പുന്ന സമയത്ത് നമ്മുടെ ഷിപ്പ് അവിടെ കാണില്ല. അതായത് നമ്മുടെ ഗോയിങ് മേരുന്ന ഷിപ്പ് അവിടെ കാണില്ല. അതെന്ത് ചെയ്യും? അത് നാമി അടിച്ച് പോയിട്ടുണ്ടാവും. അപ്പോൾ നാമി അടിച്ച് പോയിന്ന് മനസ്സിലാവുമ്പോൾ എന്ത് ചെയ്ത് നമ്മുടെ സോറോ, സാഞ്ചി, ഊസാപ്പ്, ലൂഫി ഇവർ 4 പേരും കൂടി നാമീനെ തപ്പി ഇറങ്ങും. അങ്ങനെ നാമീനെ തപ്പി നാമിയുടെ വില്ലേജിലേക്ക് ഇവരെത്തും. അതിൻ്റെ ഇടയിൽ കുറച്ച് ഫില്ലറുകളൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ നാമിനെ തപ്പി നാമിയുടെ വില്ലേജിലേക്ക് എത്തും. അതായത് കൊയാഷി വില്ലേജ് എന്ന് പറഞ്ഞ വില്ലേജ്. ഇവിടേക്ക് നേരെ ഇവരെത്തുമ്പോൾ തന്നെ ഇവരെ കാണും. ഇവർ പൈററ്റ്സ് ആണ്. അപ്പോൾ ഇവരെ കണ്ടിട്ട് തന്നെ ആ നാട്ടിലുള്ള ആൾക്കാർ പേടിക്കും. ഇവരെ ഇഷ്ടം, കാരണം പൈററ്റ്സിന് ആ നാട്ടിൽ ഇഷ്ടമില്ല. കാരണം ഇതിനൊക്കെ അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ അവരിങ്ങനെ ഒന്ന് നാട്ടിലെത്തി, അങ്ങനെ നാട്ടിൽ നടന്നു. അങ്ങനെ ആരെത്തും? നോജിക്കോ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടീനെ കണ്ടുകിട്ടും. അപ്പോൾ ഈ നോജിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമിയുടെ സിസ്റ്റർ. അപ്പോൾ നാമിയുടെ സിസ്റ്റർ ആയതിൻ്റെ പേരിൽ നോജിക്കോനായിട്ട് ഇങ്ങനെ സംസാരിച്ചു വരുമ്പോൾ അങ്ങനെ മനസ്സിലായി നാമിനെ തപ്പിയാണ് ഇവർ വന്നേക്കണത്. അങ്ങനെ നാമിനെ കുറിച്ചുള്ള കാര്യം പറയുമ്പോൾ നോജിക്കോ ഇങ്ങനെ അങ്ങനൊന്നല്ലല്ലോ, അങ്ങനെ അത് നാമിനെ കുറിച്ചുള്ള കഥ അങ്ങനെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ നാമിയുടെ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 വർഷം മുമ്പ്, അതായത് ഇങ്ങനെയാണ് നാമിയുടെ കഥ പറയണത്. 8 വർഷം മുമ്പ് അർലോങ് എന്ന് പറഞ്ഞ അർലോങ് പൈററ്റ് അവരുടെ നാട്ടിലേക്ക്, ഏത് കൊയാഷി വില്ലേജിലേക്ക് 8 വർഷം മുമ്പ് അർലോങ് വന്നിട്ട് അവിടെ കീഴടക്കി അവരുടെ നാട് മൊത്തം നശിപ്പിച്ചു. അപ്പോൾ ഈ നാമിനെ നോജിക്കോനെ ബെല്ലാമയർ എന്ന എക്സ് നേവി ദത്തെടുത്ത് വളർത്തിയതാണ്. പക്ഷേ എന്താണ്, അപ്പോൾ ഈ നാട്ടിലേക്ക് വന്നിട്ട് ഇത് കയ്യേറുന്ന സമയത്ത് ഈ ബെല്ലാമയറിനായിട്ടുള്ള സംഘർഷത്തിൽ എന്താണ് ബെല്ലാമയറിനെ ആർലോങ് കൊല്ലും. അതിനുശേഷം നാമിനെ നോജിക്കോനെ കാണും. അപ്പോൾ ഈ നാമിനെ നോജിക്കോനെ കാണുമ്പോൾ നാമിക്ക് എന്താണ് മാപ്പ് വരയ്ക്കാൻ അടിപൊളിയായിട്ട് അറിയാം. അപ്പോൾ മാപ്പ് വരയ്ക്കാനുള്ള നാമിയുടെ കഴിവ് കണ്ടിട്ട് എന്ത് അർലോങ് നാമിനെ അർലോങ് പൈററ്റ്സിൻ്റെ കൂട്ടത്തിൽ കൂട്ടും. അങ്ങനെ നാമീൻ്റെ കയ്യിൽ ടാറ്റു ഒക്കെ അടിക്കുന്നതാണ്, അർലോങ് പൈററ്റ്സിൻ്റെ മുദ്ര കുത്തും. അതിനുശേഷം എന്താണ് നാമിനോട് പറയാണ്, നിനക്ക് റൂം കൊടുത്തു. നാമിനോട് പറയണേ നീ മാപ്പൊക്കെ വരക്കണം, ഇങ്ങനെ സെറ്റാക്കി തരണമെന്ന്. അപ്പോൾ എന്താണ്, പക്ഷേ നമ്മുടെ നാമിക്ക് എന്താ, നാമി അങ്ങനെ പാവം കേട്ടോ. നാമിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ എന്താണ് സ്വന്തം അമ്മ മരിച്ചു, നാട് ഒറ്റപ്പെട്ടു, നാട് പേടിച്ച് വിഷമത്തിലിരിക്കുകയാണ്. അപ്പോൾ എന്താണ് നാമിക്ക് നമ്മുടെ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, സ്വന്തം നാടിനെ രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹത്താൽ നാമി എന്ത് ചെയ്യും, അർലോങ്ങിനായിട്ട് മീറ്റ് ചെയ്ത് അർലോങ്ങിനായിട്ട് ഒരു ഡീൽ വെക്കും. അത് ചെറിയ കുട്ടിയാട്ടോ ആ സമയത്ത്. അപ്പോൾ ഈ ചെറിയ കുട്ടിയായ നാമി എന്താണ് അർലോങ്ങിനായിട്ട് സംസാരിച്ച് അർലോങ്ങിനോട് പറയും 100 മില്യൺ ബെറീസിന് ഈ നാട് തിരിച്ചു തരണം. അതായത് ഈ നാട് നാമിക്ക് കൊടുക്കണം 100 മില്യൺ ബെറീസിന്. അങ്ങനെ ഒരു ഡീൽ വെക്കും. അങ്ങനെ അർലോങ് സമ്മതിക്കും. അങ്ങനെ സമ്മതിച്ചിട്ട് നാമി അതിനുശേഷം എന്താണ് മാപ്പ് വരയ്ക്കാന്നുള്ള കാരണത്താൽ ഇങ്ങനെ ട്രാവൽ ചെയ്യണമല്ലോ. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോന്ന് കട്ട് പൈസ ഉണ്ടാക്കി അതൊക്കെ ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ അതിനുശേഷം അപ്പോൾ അത് ഈ പിന്നീട് 8 വർഷത്തിന് ശേഷം നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കണം, നമ്മൾ ഈ എന്ന് പറയുന്ന ഈ അർലോങ് പാർക്ക് എന്ന് പറഞ്ഞ ആർക്കിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഈ 8 വർഷം ശേഷം നാമി തിരിച്ച് അവളുടെ സ്ഥലത്തെത്തുമ്പോൾ അവളുടെ വീടിൻ്റെ അടുത്ത് അവളൊരു സ്ഥലം സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൽ പൈസ ഒക്കെ ഒളിപ്പിച്ച് വെച്ചിരുന്നു. അപ്പോൾ അർലോങ് ഇത് മനസ്സിലാക്കും. അവൾ എന്താ 100 മില്യൺ പേര് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് അർലോങ് ഇത് മനസ്സിലാക്കിയതിന് ശേഷം എന്താണ് ഒരു നേവിനെ വിട്ടിട്ട് ചീറ്റിങ് ചെയ്ത് അവരെ പൈസ അടിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് കൊടുത്ത വാക്ക് പാലിക്കാൻ, കാരണം നാട് തിരിച്ചു കൊടുക്കാൻ വേണ്ടി അർലോങ്ങിന് ഒരു പ്ലാനും ഇല്ല അത് തിരിച്ചു കൊടുക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ പേരിൽ എന്താ അർലോങ് എന്ത് ചെയ്യും, അങ്ങനെ ഒരു നാവിനെ വിട്ടിട്ട് ആ പൈസ അങ്ങനെ നാവി അടിച്ചുകൊണ്ട് പോകും. അങ്ങനെ അർലോങ്ങായിട്ട് ഇത് എടുക്കും. അപ്പോൾ ഇത് നാമിക്ക് മനസ്സിലാവും. അങ്ങനെ നാമി ഇത് മനസ്സിലാവുമ്പോൾ മൊത്തം കാരണം ഇത്രയും കൊല്ലത്തെ കഷ്ടപ്പാട്, ഇത്രയും കൊല്ലത്തെ പ്രതീക്ഷ ഇതൊക്കെ ഒറ്റയടിക്കില്ലാണ് അവൻ തകർന്ന് നാമി വീഴാണ്. അങ്ങനെ നാമി ഇങ്ങനെ തകർന്ന് വീഴുന്ന സമയത്താണ് നാമിയുടെ അടുത്തേക്കാര് നമ്മുടെ ലൂഫി എത്തണത്. അവിടെ നിന്ന് ഒരു സീനുണ്ട് എൻ്റെ മോനെ. ലൂഫി ഇങ്ങനെ എത്തും. അങ്ങനെ നാമിനോട് ഇങ്ങനെ പറയും. നാമി പറയും ലൂഫി ഹെൽപ്പ് മീ. ആ ഒരു സീനിൽ ലൂഫിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവൻ്റെ ഷാങ്ക്സ് കൊടുത്ത് അവൻ്റെ സ്ട്രോ ഹാറ്റ് എടുത്തിട്ട് നാമിയുടെ തലയ്ക്കെടുത്ത് ഒരു വെക്കും. എന്നിട്ട് പറയും ഞാൻ തിരിച്ചു കൊണ്ടുവരാം. അങ്ങനെ അവിടെ നിന്ന് സോറോയും ലൂഫിയും സാഞ്ചിയും മൂസോപ്പും കൂടി നടന്നു പോണൊരു നടത്തിണ്ട് നേരെ അർലോങ്ങിൻ്റെ നേരെ ചെന്നിട്ട് അവിടെ നിന്ന് തുടങ്ങുന്ന ഫൈറ്റ്. ആ ഫൈറ്റ് സീൻ ഉണ്ട്, നമുക്ക് അത്രയും സാറ്റിസ്ഫൈഡ് ആവും. നമുക്ക് അത്രയും പെട്ടെന്ന് തീർക്കുകയും ചെയ്യും കേട്ടോ. അതായത് സോറോ ഹാച്ചിമാൻ എന്ന് പറഞ്ഞ ഒരു ഫിഷർമാനായിട്ട്, സാഞ്ചി ഒരു ഫിഷർമാനായിട്ട്, ലൂഫി അർലോങ്ങിനായിട്ട് ഫൈറ്റ്. നമ്മൾ ലൂഫിയുടെ ഫൈറ്റ് നമുക്ക് ശരിക്കും ഇഷ്ടമാവും. നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും. നമ്മൾ പേടി വരും. ചിലതൊക്കെ നമുക്ക് കൊടുക്കടാന്ന് തോന്നും. ചിലത് നമ്മൾ അയ്യോ കയ്യിൽ നിന്ന് പോയാ ലൂഫി വീണ അങ്ങനൊക്കെ തോന്നും. സീനാണ്. അങ്ങനെ ഈ ഫൈറ്റിന്റെ സമയത്ത് സോറോയുടെ മേത്ത് മിയോക്ക് വെട്ടിയൊരു വെട്ടുണ്ട്. അത് കണ്ടിട്ട് എന്താണ്
അർലോങ് ചോദിക്കുന്നുണ്ട് ഇവൻ എന്നിട്ട് ഇങ്ങനെ ജീവിച്ചിരിക്കണേ. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കേട്ടോ കഥ, അതിൻ്റെ കഥകളൊക്കെ എങ്ങനെയാണെന്ന്. അങ്ങനെ ഫൈറ്റ് ചെയ്ത് ലാസ്റ്റ് ലൂഫി ജയിക്കും. അത് നമുക്ക് അങ്ങനെയാണല്ലോ, ലൂഫി ജയിച്ചിട്ട് നാട് തിരിച്ചു കൊടുത്ത് പോവുകയാണ്. അപ്പോൾ ഈ ഒരു പാർക്ക്, ഈ അർലോങ് പാർക്ക് എന്ന് പറഞ്ഞ ഈ ഒരു ആർക്കിൽ കുറേ സംഭവങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് കണക്റ്റഡ് ആണ്. അതായത് ഈ നമ്മുടെ വൺ പീസ് എന്ന് പറയുന്ന കുറേ ആർക്കുകളുണ്ട്. ഈ ആർക്കുകളിലൊക്കെ ഓരോ ഹിൻറ്റുകൾ വെച്ചിട്ടുണ്ട്. അതൊക്കെ ലാസ്റ്റിലേക്ക് വരുമ്പോൾ അതൊക്കെ നമുക്ക് എത്തും. അതൊക്കെ അത് കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ റിവ്യൂ ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്യുന്നതാണ്. അതായത് ഓരോ ആർക്കിനെ കുറിച്ചും ഈ കണക്ട് ചെയ്ത ഹിഡൻ സ്ക്രിപ്റ്റ്സിനെ കുറിച്ചൊക്കെ. അപ്പോൾ അതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നത് വരേക്കും സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്, ബെല്ലൈക്കണൊക്കെ അടിച്ചു വെച്ചോ, ആവശ്യം വരുന്നേ.